5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തീർച്ചയായിട്ടും CPM-ന്റെ അവലോകന യോഗങ്ങൾ ഉടനെ നടക്കാൻ സാധ്യതയുണ്ട്. സെക്രട്ടേറിയറ്റ് നടക്കും, പാർട്ടി സെക്രട്ടേറിയറ്റ് നടക്കും, പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടും. അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റി, എല്ലാ ജില്ലാ കമ്മിറ്റികളും കൂടും. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്പെഷ്യലായിട്ട് കൂടും, ഏരിയ കമ്മിറ്റികൾ കൂടും, പഞ്ചായത്ത് കമ്മിറ്റികൾ കൂടും, ബൂത്ത് കമ്മിറ്റികൾ വരെ കൂടും. വരുന്ന മാസങ്ങളിൽ അതിൻ്റെ യോഗങ്ങളായിരിക്കും. അപ്പോൾ വളരെ കൃത്യമായി CPM-നെ സംബന്ധിച്ചിടത്തോളം എണ്ണയിട്ട യന്ത്രം പോലൊരു സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട് ഏതൊരു വിഷയത്തെയും സാർവദേശീയ തലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും വിവിധ ആംഗിളിലാണ് ഓരോ വിഷയങ്ങളെ കാണുന്നത്. അപ്പോൾ താത്വികമായി ഈ വിഷയത്തെ എങ്ങനെ വിശകലനം ചെയ്യും എന്നുള്ളതാണ് ഒരു CPM-കാർ എങ്ങനെയാണ് ഇത് താത്വികമായി വിശകലനം ചെയ്യുന്നത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു പുതിയതായി അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം സാധാരണ ജനങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല, പാർട്ടി മെമ്പർമാർക്കൊക്കെ അറിയാൻ പറ്റും. സുധാകരൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്, ജി സുധാകരൻ പറഞ്ഞത്. കാരണം ഗോവിന്ദൻ മാഷ് പറഞ്ഞത് താത്വികമായി ശരിയാണ്, പിണറായി വിജയൻ പറഞ്ഞതും ശരിയാണ്. എന്താണ് സംഭവിച്ചത്? 1977 ജനുവരി മാസത്തിൽ ജനസംഘവും അതുവരെ ഉണ്ടായിരുന്ന RSSൻ്റെ സംഘടനാ സംവിധാനമായ ജനസംഘവും രാഷ്ട്രീയ പാർട്ടി ജനസംഘവും ജനതാ പാർട്ടിയും ഇന്ത്യയിലെ 6-7 പാർട്ടികളുമൊക്കെയായി ലയിച്ചു കഴിഞ്ഞു. ആ ലയിച്ച പാർട്ടിയോടാണ് ഇവർ സഖ്യം ചേർന്നത്. 1970-ലും 77-ലും കൂത്തുപറമ്പിൽ നമ്മുടെ പിണറായി വിജയൻ മത്സരിക്കുമ്പോൾ ആദ്യം 700 സംതിങ് വോട്ടാണ് പിടിക്കുന്നത്, പിന്നെ 4000-ൽ കൂടുതൽ വോട്ട് പിടിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും അവർ RSSുമായോ ജനസംഘമായോ ഡയറക്റ്റ് ബന്ധം വച്ചിരുന്നില്ല. എന്നാൽ ഒരുപാട് RSSകാരും ജനസംഘക്കാരുമൊക്കെ വോട്ട് ചെയ്തിരുന്നു. അപ്പോൾ താത്വികമായി നോക്കിയാൽ ഏതൊരാൾ വോട്ട് ചെയ്യുന്നതും താത്വികമായി തെറ്റല്ല. അതിപ്പോൾ വെൽഫെയർ പാർട്ടിക്കാരനായാലും മുസ്ലിം ആയാലും ഏതൊരു കത്തിയായാലും SDP ആയാലും ഇനി ഭീകരവാദിയായാലും പാകിസ്ഥാൻവാദിയായാലും ഒരു വോട്ടുണ്ടോ അയാൾ വന്ന് CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നത് താത്വികമായി തെറ്റല്ല. അപ്പോൾ അത് താത്വികമായി ശരിയാണ്. 2, CPM-ൻ്റെ പാർട്ടി വോട്ടുകൾ അവിടെ ഉണ്ട്. മലപ്പുറം ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ പാർട്ടി വോട്ടിനൊരു കോട്ടവും പറ്റിയിട്ടില്ല. പാർട്ടിക്കാർ സ്വരാജിന് വോട്ട് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം നിർത്തിയ സ്വതന്ത്രനായിട്ട് നിർത്തിയ അൻവർ പിടിച്ച സ്വതന്ത്രൻ്റെ വോട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് അൻവർ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അപ്പം മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുള്ള കുറേ വോട്ട്, സമുദായത്തിനകത്തുള്ള കുറേ വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ട് സ്വതന്ത്രൻ എന്നുള്ളതിൽ. പിന്നെ 2 പ്രാവശ്യം നിൽക്കുമ്പോൾ അദ്ദേഹം സാമ്പത്തികമായി മെച്ചമുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായ ഒരു ഗൾഫ് റിട്ടേണിയൊക്കെയാണ്, ബിസിനസ്സൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൊലിമ ഉണ്ട്. അപ്പോൾ സ്വതന്ത്രനായി നിന്നുകൊണ്ട് കുറേ വോട്ട് പിടിച്ചു. അത് CPM-ന് കിട്ടണം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ താത്വികമായി അൻവറിൻ്റെ വോട്ട് അൻവർ പിടിച്ചത് ശരിയാണ്. അപ്പോൾ അവിടെയും താത്വികമായി കറക്റ്റായി. അപ്പോൾ 2 കറക്റ്റായി താക്ത്യമായി. മൂന്നാമത്തെ കറക്റ്റ് എന്ന് പറയുന്നത് അപ്പുറത്ത് വെൽഫെയർ പാർട്ടി, ജമാഅത്ത് തുടങ്ങിയ വർഗീയ സംഘടനകളാൽ നിന്നത്. താത്വികമായി നമ്മൾ വർഗീയ സംഘടനകളെ കൂട്ടുപിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുള്ള പാർട്ടിയാണ്. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റായി ഒരു കാരണവശാലും നമുക്ക് ഇവരെ പിടിക്കേണ്ട കാര്യമില്ല. 4, എല്ലാ മാധ്യമങ്ങളും ബൂർഷ്വാ മാധ്യമങ്ങളെല്ലാം തന്നെ പിണറായിസത്തെ പിടിക്കണം എന്നുള്ള നിലയിൽ ഒരു ക്യാമ്പയിൻ, ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ മാധ്യമങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരാജയപ്പെടാൻ ഒരു കാരണം. 5, CPM-നെ പോലുള്ള നമ്മുടെ പാർട്ടിക്ക് CPM-ന് ഇതിൽ പരം വലിയൊരു കാൻഡിഡേറ്റിനെ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൽ പരം വലിയൊരു കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടു നിർത്താനില്ല. ഒരു യുവമുഖമാണ്, പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരാളിനാണ് അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ നിർണയത്തിൽ താത്വികമായി ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ജനസംഘത്തിൻ്റെ വോട്ട് നേരിട്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടും താത്വികമായി അതൊന്നും തെറ്റല്ല. പിന്നെ അവർ മറ്റ് മുന്നണിയിൽ വേറൊരു പാർട്ടിയിൽ ചേർന്ന് ആ പാർട്ടിയുടെ വോട്ട് പിടിച്ചു എന്ന് പറയുന്ന ഉണ്ടാക്കി എന്ന് പറയുന്നത് താത്വികമായി നോക്കുമ്പോൾ RSSുമായിട്ടുള്ള ബന്ധമായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ എല്ലാ സമാന ചിന്താഗതിയുള്ള ഇന്ദിരയുടെ ഭീകരവാദത്തിനെതിരെയും അല്ലെങ്കിൽ ഭീകരവാഴ്ചയ്ക്കെതിരെയുള്ള ഒരു മുന്നേറ്റം എന്നുള്ള നിലയിൽ കഴിയുന്നത്ര ആളുകളെ കൂട്ടിയോജിപ്പിച്ച് നടത്തുന്ന സമരങ്ങൾ നടത്തുന്നു എന്നുള്ളതിൽ നടത്തുമ്പോൾ അതിൽ RSS ഉണ്ടോ, ജനസംഘമുണ്ടോ, സംഘിയുണ്ടോ, BJP ഉണ്ടോ എന്നൊന്നും അന്വേഷിക്കാൻ പറ്റില്ല. അതൊരു പൊതു പ്ലാറ്റ്ഫോമാണ്. ആ നിലയിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലോ ആരോടെങ്കിലും സഹകരണ സംഭാഷണം നടന്നിട്ടുണ്ടെങ്കിലോ താത്വികമായി അത് ശരിയാണ്. ഈ തലത്തിൽ എങ്ങനെ നോക്കിയാലും താത്വിക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വോട്ട് ആവശ്യത്തിന് കുറഞ്ഞിട്ടില്ല. മാത്രമല്ല ഷൗക്കത്തിന് UDFന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ അത്രയും വോട്ട് കിട്ടിയിട്ടുമില്ല. മുൻപ് കിട്ടിയ വോട്ട് കിട്ടിയിട്ടുമില്ല. അപ്പോൾ മുൻപ് കിട്ടിയ വോട്ട് അവർ UDFന് കിട്ടിയിട്ടില്ല. UDFന് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BJP ഒരു കാരണവശാലും അവിടെ വളർന്നിട്ടില്ല. കാരണം അവർക്ക് 53 വോട്ടാണ്. അതിനേക്കാൾ കൂടുതൽ വോട്ട് അവർക്ക് ചേർത്ത് കാണുക. അപ്പോൾ മൊത്തമായി ചേർത്ത വോട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് പോലും അവർക്ക്
അതും കൂടെ വർധനവും കൂടെ കണക്കാക്കിയാൽ വോട്ട് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു താത്വിക അവലോകനമുണ്ട്. അപ്പോൾ BJP വളർന്നിട്ടില്ല. അതുപോലെ കോൺഗ്രസിനകത്ത് ഞാനീ പറഞ്ഞ വർഗപരമായും അതുപോലെ വിഭാഗീയ ശക്തികളെയും പിന്നെ എന്താ പറയുക, ജാതിമത വർഗ സംഘടനകളെയും മത തീവ്രവാദികളെയും മത ഭീകരവാദികളെയും ഒക്കെ പിടിച്ചുകൊണ്ടാണ് അവർ ഇലക്ഷന് നിന്നത്. എല്ലാവരുടെയും വോട്ട് പിടിച്ചു. അപ്പോൾ അതിലൊന്നും പെടാതെ പ്യുവർ പത്തരമാറ്റോടുകൂടി നിന്ന സ്വരാജിന് കിട്ടിയ പാർട്ടി വോട്ടാണ് അവിടുത്തെ യഥാർത്ഥ വോട്ട്. അതുകൊണ്ട് തന്നെ താത്വികമായി സ്വരാജ് ജയിച്ചു അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. സാങ്കേതികമായി ഷൗക്കത്തിൽ ജയിച്ചത് നമുക്ക് താത്വികമായി സമ്മതിക്കാവുന്നതുമാണ്.